പൈസ മുടക്കുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഒന്നും ചെയ്യണില്ല. അമ്മ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് ഡ്രൈവ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഓഫാണ്, അറിയാലോ. അപ്പോൾ വീട്ടിൽ അങ്ങനെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ അനിയത്തിയും പിന്നെ പാറക്കുട്ടി അമ്മയൊക്കെ ഉണ്ട്, എല്ലാവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഒന്ന് രണ്ട് ക്ഷേത്രത്തിൽ പോകണം. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എവിടേക്കാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവരെല്ലാം വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ആൾക്കാരെന്ന് പറയുന്നത്. ഇത് പാറക്കുട്ടി, ഇത് എൻ്റെ അനിയത്തി, അമ്മ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മുടെ അളിയനാണെങ്കിൽ വണ്ടിയും കൊണ്ടെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഞാൻ ആളെ കാണിച്ചുതരാം. നിങ്ങൾ ഇതുവരെ വീഡിയോയിൽ കണ്ടിട്ടില്ല. ഇതാണ് ആളെന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടാ പേരൊക്കെ എങ്ങനെയാണ് പറഞ്ഞു? വിഷ്ണു. വിഷ്ണു. എന്താണ് ചെയ്യുന്നത്? പോലീസിലാണ്. ഏത് സ്റ്റേഷൻ? കൺട്രോൾ റൂം. ഓക്കെ, അപ്പം നമുക്ക് പോയാലോ? പോവാം. ഗായ്സ്, അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ശാസ്താംകോവിലിൻ്റെ അടുത്താണ്. അതേ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തായിട്ടാണ് ശാസ്താംകോവിൽ എന്ന് പറയുന്നത്. ആർച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതേ ആർച്ച് കാണാമോ എന്തോ. ഓക്കെ, അപ്പോൾ എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ശാസ്താംകോവിൽ എന്ന് പറയുന്നത്. പിന്നെ ഇനി നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് നമ്മുടെ പാറക്കുട്ടി പറഞ്ഞിരുന്നതാണ്. പാറക്കുട്ടി, എവിടെയാണ് നമ്മൾ ഇനി പോകുന്നത്? എന്തിനു പോണേ? അനിയത്തിയെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അവൾ പറയുമായിരുന്നു അവളെ പേരൊന്നും ഇതിനകത്തൂടെ മെൻഷൻ ചെയ്തിട്ടില്ലെന്ന്. അപ്പൊ എന്ത് ചെയ്യുന്നു? അമ്മയെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പേരൊക്കെ പറഞ്ഞു. നമ്മൾ ഇന്നലെ ഒരു ഷോർട്സ് ഒക്കെ എടുത്തിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനും പാറക്കുട്ടിയായിട്ടുള്ളത്. കാണാത്തവർ ഇപ്പം തന്നെ കാണണം. മാത്രമല്ല ഇന്നലെ രാത്രി അതിനേക്കാൾ കിടിലും ഒരു ഷോർട്സ് എടുത്തിട്ടുണ്ട്, ഞാനും അനിയത്തിയും തമ്മിലുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരുപാട് ടേക്കുകൾ പോയിട്ടുള്ള ഒരു ഷോർട്സ് ആണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. കാണുക മാത്രമല്ല സപ്പോർട്ട് ചെയ്യുകയും വേണം, ഷെയർ ചെയ്യുകയും ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പം കല്ലൂർ ജംഗ്ഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് കല്ലൂർ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ മാമൻ്റെ മോൻ, അതായത് സുജിത്ത് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ബാങ്കിലാണ്. പുള്ളി മെമ്പറും കൂടെയാണ്. പാറക്കുട്ടി ഏതായാലും ഈ വർഷം സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കുക എത്രയിലൊക്കെയാണെന്നുള്ളത്. പാറക്കുട്ടി, എന്ത് മര്യാദ. അപ്പോൾ പാറക്കുട്ടി പറഞ്ഞോ, എത്രയിലാണ്? 4. ഇനി സ്കൂളിൽ കൂട്ടുകാരികളെ പേരൊക്കെ പറ, അവരെയൊക്കെ പരിചയപ്പെടുത്ത്. എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കൂ. ഏത് സ്കൂളിലാണ് പഠിക്കണേ? നമ്മളിപ്പം വെള്ളായണി ക്ഷേത്രത്തിനടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകണം. ഇതാണ് വെള്ളായണി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതാണ് എൻ്റെ അളിയനെന്ന് പറയുന്നത്. പേര് വിഷ്ണു എം.എസ്. പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടാ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഒന്നും പറയല്ല, വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക.
അതുകൊണ്ട് ചേട്ടൻ ഒരു രക്ഷയില്ല, ഭയങ്കര തഗ്ഗാണ് ചേട്ടാ. ഞാൻ ആലോചിക്കണേ നമുക്ക് ഇനിയും കുറെ ട്രിപ്പുകളൊക്കെ പോകണമെന്നാണ് ആലോചിക്കുന്നത്. എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? പൈസ മുടക്കുമെങ്കിൽ വരാം. പൈസ വരാം. എങ്ങനത്തെ ട്രിപ്പാണ് ആഗ്രഹിക്കുന്നത്? ഫാമിലി ട്രിപ്പാണോ, അല്ലെങ്കിൽ സോളോ, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മാത്രമാണോ, അല്ലെങ്കിൽ പയ്യന്മാര് മാത്രമാണോ? എങ്ങനത്തെ ട്രിപ്പാണ്? ഏതിലും എടുക്കും. സാഹചര്യം പോലെ. ഓക്കെ. പിന്നെ എങ്ങോട്ട് പോകാനാണ്? ഒരുപാട് ദൂരെ പോകണതാണ് അതാ അടുത്തുള്ള? അടുത്ത് മതി. ഓക്കെ. അപ്പോൾ ഏതായാലും നോക്കട്ടെ, അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം ഒരു ട്രിപ്പ് സെറ്റ് ചെയ്യണം അളിയനായിട്ട്. നീ വരുന്നുണ്ടോ? പിന്നെ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ പാറുകുട്ടി നീ വാ. നിനക്ക് മാത്സ് ക്ലാസ് ഒക്കെ ഇല്ലേ? ഗൈസ്, ഈ കൂട്ടത്തിൽ ഒരാൾ മിസ്സിംഗ് ആണ്, അതായത് എൻ്റെ അച്ഛനില്ല. അതായത് പുള്ളി ഇന്നൊരു വേറൊരു കല്യാണത്തിന് എന്തോ പോയിരിക്കുന്നെന്ന് തോന്നുന്നു. അല്ലേ അമ്മ? ഇന്ന് കല്യാണത്തിനാണോ? അപ്പം പുള്ളിക്കാരൻ ഇന്നില്ല. മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. മാത്രമല്ല ക്യാമറ നമ്മൾ കൊണ്ടുവരുമ്പോഴേ പുള്ളി മാറി മാറി പോവുകയാണ് ചെയ്യുന്നത്. മുഖമൊന്നും നേരെ കാണിക്കത്തില്ല. രാവിലെ തന്നെ ബ്ലോക്ക് തുടങ്ങി. വെള്ളായണി ജംഗ്ഷനിലാണ്. പാപ്പനംകോട് ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് അളിയൻ്റെ ഡ്യൂട്ടിയൊക്കെ തോന്നുന്നു അല്ലേ? അതിന് എവിടെയൊക്കെയാണ് ഡ്യൂട്ടി വരുന്നത്? പാപ്പനംകോട്, നേമം, കിള്ളിപ്പാലം. ഓക്കെ. പാപ്പനംകോട്, നേമം, കിള്ളിപ്പാലം എന്നീ സ്ഥലങ്ങളിലാണ് അളിയൻ ഡ്യൂട്ടി വരുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? പെട്രോളിങ്. അപ്പോൾ പെട്രോളിംഗ് ആണ് പുള്ളിയുടെ ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ പറയുന്ന ഏരിയയിലാണ്. അതുകൊണ്ട് ഈ പറയുന്ന ഏരിയയിൽ വരുന്നവർ തീർച്ചയായിട്ടും ഹെൽമെറ്റ് ധരിച്ചു വേണം വരാൻ. ഇല്ലെങ്കിൽ ഉറപ്പാണ് പെറ്റി. പാറുകുട്ടി, നീ കോവിലിൽ പോയിട്ട് എന്തോന്ന് പ്രാർത്ഥിക്കും? ശരി. ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ എവിടെ എത്തി? ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തി. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇന്നൊരു സൺഡേ ആയിട്ട് കൂടി ഭയങ്കര തിരക്കാണ്. കാണാതെ ഈ ഒരു ഏരിയയിലെല്ലാം മൊത്തത്തിൽ വാഹനങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കല്യാണം എന്തോ നടക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കണം ഇവിടെ ഇത്രയും തിരക്കെന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം കാണാം. ക്യാമറ അതിനകത്തേക്ക് അലൗഡല്ല, സോ നമുക്ക് പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ദർശനമെല്ലാം കഴിഞ്ഞു. വിചാരിച്ച പോലെയല്ല, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചിപ്പോൾ അടുത്ത് ഇനി എങ്ങോട്ടാണ് പാറു പോണേ? ഇപ്പോൾ ഒന്നും പറയില്ലേ, നേരത്തെ ഇതല്ല. അടുത്തെങ്ങോട്ട് പോകണം? അയ്യോ, ബീച്ചിലേ പോവും. എങ്ങനെയുണ്ടായിരുന്നു? തൊഴാനൊക്കെ പറ്റിയാ? ഭയങ്കര തിരക്കായിരുന്നു. അമ്മയാ തൊഴുത്. ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോൾ കരവനെത്തിയിരിക്കുകയാണ്. ഞാനും അമ്മയും അശ്വതിയും കൂടെ. അതെ, അളിയനും ചേട്ടനും ഒക്കെ നേരെ തന്നെ കടയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പാറക്കുട്ടിക്ക് ഭയങ്കര വെള്ളതാവെന്ന് പറഞ്ഞു. എന്ത് ജ്യൂസാണ് പാറക്കുട്ടി പറഞ്ഞത്? പറഞ്ഞില്ല. എന്തോന്ന് വേണം? ഏതെങ്കിലും മതി. കരിക്കിച്ച കുടിക്കാനുള്ള വ്യഗ്രതയിൽ നിൽക്കുകയാണ്. ഗൈസ്, കണ്ടില്ലേ, ഇത്രയും വലിയ ഗ്ലാസ്സിലാണ് നമുക്ക് ഈ ഒരു ജ്യൂസ് വന്നിരിക്കുന്നത്. ഗ്ലാസിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് ജ്യൂസൊക്കെ? കൊള്ളാം. എനിക്ക് തോന്നുന്നു 2 പേർക്കുള്ള ക്വാണ്ടിറ്റി ഈ ഒരു കടയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പാറക്കുട്ടി എങ്ങനെയുണ്ട്?
നമ്മളിപ്പോൾ ജ്യൂസെല്ലാം കുടിച്ചതിന് ശേഷം തിരിച്ച് വണ്ടിയിലേക്ക് കയറുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് മിക്കവാറും വെള്ളയണി ക്ഷേത്രത്തിലോട്ടാണ്. അപ്പോൾ അതെ വണ്ടിയിലെല്ലാവരും കയറുകയാണ്. ഇനിയെങ്കിലും ഓർമ്മിച്ച് ബെൽറ്റ് ഇടണം. നേരത്തെ തന്നെ ഇട്ടില്ല, മിക്കവാറും അതിൻ്റെ പെറ്റി വരും. നമ്മളിങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കരമന പാലം വഴി. ഓ, ഇപ്പോഴാണ് ഈ തിരക്ക് കുറഞ്ഞ് ഞാൻ ഈ റോഡ് കാണുന്നത്. സാധാരണ വൈകുന്നേരം വരണം. നമ്മൾ വെള്ളയണി ക്ഷേത്രത്തിലെത്തിയെങ്കിലും അവിടെ പൂജയും തുടങ്ങാറായില്ല. അതുകൊണ്ട് എന്തായാലും കുറച്ച് സമയം നമുക്ക് നമ്മുടെ ലാലേട്ടൻ തകർത്തഭിനയിച്ച ഒരു പ്രധാനപ്പെട്ട സ്ഥലം ഇവിടെയുണ്ട്. അതായത് കിരീടം സിനിമയിലെ കിരീടം പാലം. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെയുള്ള വഴിയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ ചെന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാലം നീ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കണ്ടിട്ടുണ്ടോ സാറക്കുട്ടി? വളരെ ഇഷ്ടപ്പെട്ട നടനാണ്. അപ്പോൾ നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഫാനാണ് മൊത്തത്തിൽ. അപ്പോൾ വി ലവ് യു ലാലേട്ട. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. കിരീടം പാലം പണി വെച്ചാണ് കിരീടം പാലം. നിങ്ങൾ ഈ കാണുന്നതാണ് കിരീടം പാലം എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നുകൂടെ വൃത്തിയായി പണി ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. എന്തിനാ ചെയ്തോട്ടെ ഇല്ലാത്ത പറയണേ? ഞാൻ അവരുടെ കൺമുമ്പിൽ പോലും പോയില്ല. പക്ഷെ മനസ്സിനൊരു വിഷമം. അച്ഛനെ വിട്ടിയാക്കിയ പോലെയോ കളിയാക്കിയ പോലെയോ. എന്താ രണ്ടാളും കൂടെ ഒരു ഗൂഢാലോചന? നല്ല വേണ്ടാതിനെ ഒപ്പിക്കും. ഓർമ്മയുണ്ടോ? ഈ ഏരിയ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. മൊത്തത്തിൽ മനോഹരമാണ്. ദേ കണ്ടില്ലേ, ഒരു സൈഡ് കനാൽ ഒഴുകുന്നുണ്ട്, മറ്റേ സൈഡ് വയലാണ്. റോഡ് ഒരല്പം മോശമാണ്, അതൊഴിച്ചാൽ ബാക്കിയെല്ലാം സൂപ്പറാണ്. നമ്മൾ നേരെ പോകുന്നത് പുഞ്ചക്കരി ഷാപ്പിലോട്ടാണ്. ഈ ഭാഗത്തുള്ള ഏറ്റവും നല്ല കിടിലം ഫുഡ് കിട്ടുന്ന ഒരു ഫാമിലി ഷാപ്പാണ്. അപ്പോൾ എനിക്കൊന്ന് ഇതിനു മുമ്പ് ചേട്ടൻ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടുത്തെ ഫുഡെല്ലാം? ഫുഡെല്ലാം കൊള്ളാം. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഏതാണ്? തലക്കറി. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സിനിമ നടനായ മോഹൻലാൽ ഇരുന്ന് അഭിനയിച്ചത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇനി ഇരിക്കില്ലേ? പിന്നെ ഗായ്സ്, അങ്ങനെ നമ്മൾ യാത്രയെല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. മൊത്തത്തിൽ ടയേർഡാണ്. പിന്നെ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ എസ് കെ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറി ഫുഡെല്ലാം മേടിച്ചു എന്താണെന്ന് കാണിച്ചു തരാം. അല്ലേ, ഇന്ന് നമ്മൾ മേടിച്ചതെന്ന് പറയുന്നത് ബേറോട്ടയും ചിക്കൻ കറി, ചിക്കൻ പെരട്ട്, ഇത്രയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ 2 മുട്ട രാവിലെ തന്നെ അമ്മ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പാറക്കുട്ടിക്ക് ഇഷ്ടമാണ്. മൊത്തത്തിൽ എല്ലാം സെറ്റാണ്. ഇനി ഫുഡൊന്ന് കഴിച്ചാൽ മതി. നല്ല രീതിയിൽ വിശപ്പുമുണ്ട്. ഇന്ന് സമയം 5:15 നമ്മൾ നേരെ കോവിലിൽ നിന്ന് വന്ന ഉടനെ തന്നെ കിടന്നുറങ്ങിയിരുന്നു. പിന്നെ എഴുച്ചപ്പോഴത്തേക്ക് എന്താ പാറക്കുട്ടിയും അളിയനും എല്ലാവരും പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പാറക്കുട്ടി ടാറ്റ പറയും. ഒരു ദിവസം വരാം. അപ്പോൾ ഈ ഒരു കുഞ്ഞൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എന്നും പറയും പോലെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുവിട്ടാൽ ആൻഡ് ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ സൈനിങ് ഓഫ്.